വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്കേറെ പരിചിതമായ സുവിശേഷ ഭാഗ്യങ്ങളാണ് ഇന്ന് വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള അനേകരെ ആകർഷിച്ച, അവരുടെ കണ്ണ് നനയിച്ച, പുനർവിചാരത്തിലേക്ക് നയിച്ച അതിമനോഹരമായ ക്രിസ്തു വചനങ്ങളാണ്. നാം എങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നതാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളിലും മലയിലെ പ്രസംഗത്തിലും നാം കാണുക. സീനായി മലയിൽ മോശ യഹൂദ ജനത്തിന് ജീവിക്കുവാനുള്ള നിയമങ്ങൾ സ്വീകരിച്ചു. എന്നാൽ മറ്റൊരു മലയിൽ ആ നിയമത്തിന്റെ പൂർത്തീകരണമായി നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ക്രൈസ്തവ മൂല്യത്തിന്റെ കാതൽ ക്രിസ്തു നമുക്ക് പകർന്നു തന്നു. ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഭാഗ്യമായിട്ടുള്ളതല്ല ക്രിസ്തു ഭാഗ്യമായി കരുതുക. നാം പലപ്പോഴും ഭാഗ്യമെന്ന് പറയുക അപ്രതീക്ഷിതമായ നേട്ടത്തെയും പ്രശസ്തിയെയും പേരിനെയും സ്ഥാനമാനങ്ങളെയും ഒക്കെയാണ്. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭാഗ്യമെന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒന്നാണ്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വചനത്തില് എലിസബത്ത് മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിച്ചുകൊണ്ട് പറയുക ഇങ്ങനെയാണ്: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. ഭാഗ്യം എന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നിറവേറുന്നതിനെയാണ് ഭാഗ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഗ്രീക്ക് ഭാഷയിൽ മക്കാരിയോസ് എന്ന് പറയുന്ന പദമാണ് ഭാഗ്യം എന്ന് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ആ പദത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: ആഴമായ ദൈവബന്ധത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ആന്തരിക സമാധാനത്തെയും സംതൃപ്തിയെയും ഒക്കെയാണ് ഭാഗ്യം എന്ന് അവിടെ വിവക്ഷിക്കുക. സുവിശേഷത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ട ഈ ഭാഗ്യങ്ങൾ, സുവിശേഷ ഭാഗ്യങ്ങളെന്ന് നാം വിളിക്കുന്നവ, ദാരിദ്ര്യവും വിലാപവും ശാന്തതയും നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഒക്കെ എങ്ങനെയാണ് ഭാഗ്യമായി തീരുക? കരുണ ഉള്ളവരായിരിക്കുന്നതും ഹൃദയ ശുദ്ധിയുള്ളവരായിരിക്കുന്നതും സമാധാനം സ്ഥാപിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നതുമൊക്കെ എങ്ങനെയാണ് ഭാഗ്യമായി തീരുക? ക്രിസ്തു നാം ഓരോരുത്തരെയും നോക്കിക്കൊണ്ടാണ് ഈ വചനങ്ങൾ പറയുക. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ദാരിദ്ര്യം എന്നത് എല്ലാ കാലത്തിലും ഒരു ശാപമാണ്. എന്നാൽ ആത്മാവിൽ ദരിദ്രർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക? നമ്മുടെ അഹങ്കാരത്തെ വെടിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ആത്മാവിൽ ദരിദ്രരും ഭാഗ്യമുള്ളവരായി തീരുന്നവരും ആയിത്തീരുന്നു. വിലപിക്കുന്നവർ എപ്പോഴാണ് ഭാഗ്യമുള്ളവരായി തീരുക? ദൈവത്തിലേക്ക് തിരിയുവാൻ വേണ്ടി മനസാന്തരത്തിന്റെ കണ്ണുനീരൊഴുക്കുമ്പോൾ അതൊരു ഭാഗ്യമായി തീരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 26-ാം അധ്യായം 75-ാമത്തെ വചനത്തിൽ ഗുരുവിനോടൊപ്പം നടന്ന് ഗുരുവിന്റെ സ്നേഹം അനുഭവിച്ചിട്ടും ഒരിക്കൽ ഗുരുവിനെ തള്ളിപ്പറയേണ്ടി വന്ന പത്രോസ് പിന്നീട് എപ്പോഴോ ഗുരുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുക. അന്ന് ഒരിക്കൽ വിലപിച്ച പത്രോസിന് എന്നേക്കുമായി ആശ്വസിക്കപ്പെട്ട വ്യക്തിയാകാൻ കഴിഞ്ഞു. പിന്നീട് അനേകരുടെ ജീവിതത്തിലെ വിലാപത്തിൽ ആശ്വാസമാകാൻ പത്രോസിന് സാധിച്ചു. നമ്മൾ വചനത്തിൽ കാണുക, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും എന്നത് 37-ാം സങ്കീർത്തനം 11-ാം വചനത്തിന്റെ ആവർത്തനമാണ്. ഈശോ തന്നെ പറയുന്നുണ്ട്,
മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് എന്ന്. ശാന്തത എന്നത് ആവർത്തിച്ച് അഭ്യസിച്ച് നേടിയെടുക്കുന്ന ഒരു പുണ്യമാണ്. ശാന്തത എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുക നമ്മുടെ എല്ലാം ഉള്ളിൽ എല്ലാറ്റിനോടും എതിർപ്പ് കാണിക്കാനുള്ള ഒരു പ്രവണത നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. അതിനെ അംഗീകരിക്കാൻ സാധിക്കുമ്പോൾ നാം ശാന്തതയിലേക്ക് കടന്നു വരുന്ന വ്യക്തികളായി തീരുന്നു. 4-ാമത്തെ സുവിശേഷ ഭാഗ്യമായി പറയുക നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്നതാണ്. നീതി എന്നാൽ വിശുദ്ധിയാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുക പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധിയിലേക്ക് കടന്നു വരാനുള്ള നമ്മുടെ ഉള്ളിലെ തീവ്രമായ ആഗ്രഹത്തെയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. ഈശോ തന്നെ പറയുക എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായി തീരുക എന്നതാണ്. നമ്മുടെ പരസ്പര ബന്ധങ്ങളിൽ മറ്റുള്ളവരൊക്കെ പൂർണ്ണരാകാൻ നാം പലപ്പോഴും ശാഠ്യം പിടിക്കാറുണ്ട്. മറ്റുള്ളവരോട് അല്പം കരുണ കാണിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം കരുണയുള്ളതായി തീരുന്നു. ദൈവത്തിൻ്റെ കരുണയെ നമുക്കും സ്വീകരിക്കാൻ സാധിക്കുന്നു. ഹൃദയ ശുദ്ധി ഉണ്ടാവുക എന്നത് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു പുണ്യമാണ്. എന്നാൽ അതിൻ്റെ വിപരീതമായ കാപഠ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമേറുമ്പോഴാണ് അതിനെ കാപഠ്യമെന്ന് നാം വിളിക്കുക. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകലം കുറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധിയുള്ളവരായി തീരുന്നു. സമാധാനം സ്ഥാപിക്കുന്നവരെ ഭാഗ്യവാന്മാരെന്ന് ഈശോ വിളിക്കുന്നു. നമ്മുടെ തന്നെ ഉള്ളിലുള്ള തിന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവണതകളെ അതിജീവിക്കാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സമാധാനം സ്ഥാപിക്കുന്ന വ്യക്തികളായി തീരുക. 8-ാമത്തെ സുവിശേഷ ഭാഗ്യമായി ഈശോയ്ക്ക് വേണ്ടി സഹിക്കുമ്പോൾ അത് ഭാഗ്യമുള്ളതായി പറയുന്നു. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുക എന്നാൽ ത്യാഗമാണ് സ്നേഹത്തിൻ്റെ മാറ്റ് ഉരച്ചു നോക്കുന്നത്. സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി പകരങ്ങളില്ലാതെ ത്യാഗം സഹിക്കാൻ സാധിക്കുമ്പോഴാണ് ആ സ്നേഹം മൂല്യമുള്ളതായി തീരുക. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.